ലാംഗ്വേജ് എഡിറ്റിംഗ് ആൻഡ് പബ്ലിഷിങ്ങിനകത്ത് മൊഡ്യൂൾ 3 ഫസ്റ്റ് ടോപ്പിക്കാണ് സെൻറ്റൻസ് സ്ട്രക്ചർ. സെൻറ്റൻസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് വേർഡ്സ്, ഫ്രേസസ് ആൻഡ് ക്ലോസസിനെ നമ്മൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത് ഒരു സെൻറ്റൻസിൽ, അതിനെയാണ് നമ്മൾ സെൻറ്റൻസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതായത് ഒരു സെൻറ്റൻസിനെ വേർഡ്സ് കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്, ഫ്രേസസ് കൊണ്ടും ക്ലോസസ് കൊണ്ടുമാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ആ ഒരു അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ സെൻറ്റൻസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. 4 മെയിൻ സെൻറ്റൻസ് ടൈപ്പുകളുണ്ട്: സിമ്പിൾ, കോമ്പൗണ്ട്, കോംപ്ലെക്സ് ആൻഡ് കോമ്പൗണ്ട് കോംപ്ലെക്സ്. സിമ്പിൾ സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആയിരിക്കും ഉള്ളത്. ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് എന്ന് പറയുമ്പോൾ എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? അതായത് ആ സെൻറ്റൻസിന് അതായത് ആ സെൻറ്റൻസിന് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ സെൻറ്റൻസിന് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് അവിടെ ആ സെൻറ്റൻസിന് ഒറ്റയ്ക്ക് കിടക്കാൻ പറ്റും, അല്ലെങ്കിൽ ആ സെൻറ്റൻസിനെ ക്ലോസിന് ഒറ്റയ്ക്ക് കിടക്കാൻ സാധിക്കും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സിമ്പിൾ സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസേ അതിന് കാണത്തുള്ളൂ. അതായത് ഷീ വെൻറ്റ് ടു ദി മാർക്കറ്റ്, അത്രയേ ഉള്ളൂ. കോമ്പൗണ്ട് സെൻറ്റൻസ് എന്ന് വെച്ചാൽ 2 ഇൻഡിപെൻഡൻറ്റ് ക്ലോസസ് ഒരു കൺജങ്ഷൻ കൊണ്ട് അതിനെ ജോയിൻ ചെയ്യും. അതായത് ഷീ വെൻറ്റ് ടു ദ മാർക്കറ്റ് ആൻഡ് ഷീ ബോട്ട് വെജിറ്റബിൾസ്. ഇവിടെ ഷീ വെൻറ്റ് ടു ദ മാർക്കറ്റ് എന്നുള്ള ഭാഗത്തിന് ക്ലോസിന് ഒറ്റയ്ക്ക് കിടക്കാൻ സാധിക്കും. ഷീ ബോട്ട് വെജിറ്റബിൾസ് എന്നുള്ളതിനും ഒറ്റയ്ക്ക് കിടക്കാൻ സാധിക്കും. അതിനെ രണ്ടിനും ഇൻഡിപെൻഡൻറ്റ് ക്ലോസസ് ആണ്. അതിനെ ജോയിൻ ചെയ്യുന്ന കൺജങ്ഷൻ അല്ലെങ്കിൽ കണക്റ്റിംഗ് വേർഡ് ഏതാണ്? ആൻഡ്. ഇനി കോംപ്ലക്സ് സെൻറ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഡിപെൻഡൻറ്റും ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ ഒന്നോ അതിൽ കൂടുതലോ ഡിപ്പെൻഡൻറ്റ് ക്ലോസ് കാണും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഷീ വെൻറ്റ് ടു ദ മാർക്കറ്റ്, അതൊരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആണ്. ഇനി ഒന്നോ അതിൽ കൂടുതലോ ഡിപ്പെൻഡൻറ്റ് ക്ലോസസ് കാണും. ഡിപ്പെൻഡൻറ്റ് ക്ലോസസ് എന്ന് പറയുമ്പോൾ ബിക്കോസ് ഷീ നീഡഡ് വെജിറ്റബിൾസ്, ആ ഒരു സെൻറ്റൻസിന് ഒറ്റയ്ക്ക് മാറിക്കിടക്കാൻ പറ്റത്തില്ല, ബിക്കോസ് ഷീ നീഡഡ് വെജിറ്റബിൾസ് എന്നുള്ളതിന്. അപ്പം അതിന് ഷീ വെൻറ്റ് ടു ദ മാർക്കറ്റ് എന്നുള്ള ക്ലോസുമായിട്ട് കണക്റ്റഡ് ആയിട്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്തേ കിടക്കാൻ സാധിക്കൂ. അതുകൊണ്ട് ബിക്കോസ് ഷീ നീഡഡ് വെജിറ്റബിൾസ് എന്നുള്ളതിനെയാണ് നമ്മൾ ഡിപ്പെൻഡൻറ്റ് ക്ലോസ് എന്ന് വിളിക്കുന്നത്. ഇനി കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ് എന്ന് പറഞ്ഞൊരു ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ഉണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പൗണ്ട് സെൻറ്റൻസിൻ്റെയും കോംപ്ലക്സ് സെൻറ്റൻസിൻ്റെയും ഒരു മിക്സാണ്. അത് എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ വലിയ സെൻറ്റൻസുകളായിരിക്കും മിക്കവാറും ഉള്ള കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസസ് കേട്ടോ, ഏറ്റവും ലെങ്തി ആയിട്ടുള്ള. ഷീ വെൻറ്റ് ടു ദ മാർക്കറ്റ് ബിക്കോസ് ഷീ നീഡഡ് വെജിറ്റബിൾസ് ആൻഡ് ഷീ ബോട്ട് എ ലോട്ട്. ഇതാണ് കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ്. അപ്പോൾ കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ് എന്ന് വെച്ചാൽ 2 സെൻറ്റൻസുകളുടെ, അതായത് കോമ്പൗണ്ട് സെൻറ്റൻസിൻ്റെയും കോംപ്ലക്സ് സെൻറ്റൻസിൻ്റെയും ഫീച്ചേഴ്സ് കമ്പൈൻഡ് ആയിട്ട് കാണും. ഇനി ഗുഡ് എഡിറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ ഈ സെൻറ്റൻസ് സ്ട്രക്ചറിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, നല്ല പോലെ എഡിറ്റിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സെൻറ്റൻസിന് ഒരു സ്ട്രക്ചർ കാണും, അല്ലേ? പിന്നെ ഈ റൺ ഓൺ സെൻറ്റൻസസ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് സെൻറ്റൻസുകൾ കോമ ഇടാതെ എഴുതുക, അതൊക്കെ പ്രശ്നമായിരിക്കും സെൻറ്റൻസ് സ്ട്രക്ചറിന്. പിന്നെ അതുപോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്പ്ലേസ്ഡ് ആയിട്ട് നമ്മൾ ക്ലോസസിനെയോ വേർഡ്സിനെയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറിനെ തന്നെ അത് നമുക്ക് ഡിസ്റ്റോർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്റൻസിനെ നമ്മൾ എന്താ പറയുക, ഫ്രാഗ്മെൻറ്റ്സ് ആക്കി എഴുതുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മുറിച്ച് എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റൈലിനെ അത് ബാധിക്കും. ഒറ്റ സെൻറ്റൻസ് ആക്കി എഴുതേണ്ടത് ഒറ്റ സെൻറ്റൻസ് ആക്കി തന്നെ അങ്ങ് എഴുതുക. ക്ലാരിറ്റിക്ക് വേണ്ടി നമ്മൾ എപ്പോഴും ആക്റ്റീവ് വോയിസ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പാസീവ് വോയിസ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ആക്ഷൻ ഇമ്പോർട്ടൻസ് വരുന്ന സെൻറ്റൻസുകളിലായിരിക്കണം. സെൻറ്റൻസ് സ്ട്രക്ചറിന് അതിൻ്റെ ടോണിനെയും ഫ്ലോയെയും ഒക്കെ എഫക്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ് അതായത് നമ്മൾ ഒരേ സെൻറ്റൻസ് സ്ട്രക്ചർ നമ്മൾ ഒരേ രീതിയിൽ എപ്പോഴും എഴുതാതെ ശ്രമിക്കുക, അല്ലെങ്കിൽ അത് ഡള്ളായിട്ട് മാറും. ഓവറായിട്ട് ലോങ് ആയിട്ടുള്ള സെൻറ്റൻസുകളും യൂസ് ചെയ്യാതിരിക്കുക. ഓക്കെ. പിന്നെ അപ്പോൾ ഇത്രയാണ് സെൻറ്റൻസ് സ്ട്രക്ചറിനകത്ത് വരുന്നത്. അപ്പം ടെൻസിൻ്റെ കാര്യത്തിലും സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റിൻ്റെ കാര്യത്തിലും നമ്മൾ നല്ല രീതിയിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിൽക്കുക. അപ്പോൾ ഒരേ ടെൻസിൽ തന്നെ എഴുതാൻ ശ്രമിക്കുക. സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റും ഉണ്ടായിരിക്കുക. അതായത് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കണം, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബിനെയും പ്ലൂറലാക്കി ഒരേ സെൻറ്റൻസിൽ അങ്ങനെ കറക്റ്റായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോവുക. അടുത്തത് വൊക്കാബുലറി ചോയ്സ് ആണ്. വൊക്കാബുലറി എന്ന് പറയുന്നത് നമ്മുടെ ഓഡിയൻസിനെ, നമ്മുടെ പേർപ്പസിനെ അനുസരിച്ചിരിക്കണം വൊക്കാബുലറിയുടെ ചോയ്സ്. വൊക്കാബുലറി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വേർഡ്സിനെ ചൂസ് ചെയ്യുന്നത്. ആവശ്യമില്ലാത്ത ലോക്കലായിട്ടുള്ള വേർഡുകൾ, ജാർഗൺസ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. പിന്നെന്താണ്? വേഗമായിട്ടുള്ള വേർഡ്സിനെ നമ്മൾ മാറ്റിയിട്ട് പ്രിസൈസ് അല്ലെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യുക. പിന്നെ ക്ലീഷേസ് ഒന്നും എഴുതാതിരിക്കുക. ഫോർമൽ റൈറ്റിങ്ങിൽ ഓവർ യൂസ്ഡ് ആയിട്ടുള്ള വേർഡുകൾ നമ്മൾ മാറ്റുക. അതിന് പകരം സ്ട്രോങ്ങർ ആയിട്ടുള്ള സിനണിംസ് യൂസ് ചെയ്യുക. പിന്നെന്താണ്? റിഡൻഡൻസി അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മാറ്റുക. അങ്ങനെയുള്ള വേർഡ്സിനെ നമ്മളെടുത്ത് കളയുക. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർമൽ വൊക്കാബുലറി വേണം നമ്മൾ അക്കാഡമിക്കലായിട്ട് അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള റൈറ്റിങ്ങിൽ യൂസ് ചെയ്യാൻ. സ്ലാങ് വേർഡ്സ്, കൊളോക്കിയൽ വേർഡ്സ് അത് യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെന്താണ്? ഇമോഷണലി ചാർജ്ഡ് ആയിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യരുത്. റെപ്പറ്റീഷൻ നമ്മൾ അവോയ്ഡ് ചെയ്യണം. ഇഡിയംസ് ഒക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓഡിയൻസിന് മനസ്സിലാവുന്ന രീതിയിലുള്ളത് വേണം യൂസ് ചെയ്യാൻ. എഡിറ്റിംഗ് ഇപ്പം അതുപോലെ തന്നെ ഫോറിൻ ടേംസ് ആവശ്യമില്ലാത്തതാണെന്നുണ്ടെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്ത് എഴുതുക. സിനണിംസുമായിട്ട് കെയർഫുൾ ആവുക. വലിയ വാക്കുകൾ നമ്മൾ എഴുതാതിരിക്കുക. ഡിക്ഷണറി വെച്ചിട്ട് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യുക. പിന്നെന്താണ്? ഗ്രാമാറ്റിക്കലി ഫിറ്റിംഗ് ആയിട്ടുള്ള വേർഡ് നമ്മൾ യൂസ് ചെയ്യുക. പിന്നെ എന്താണ്
ഇത്രയാണ് നമ്മുടെ വൊക്കാബുലറി ചോയ്സിനകത്ത് വരുന്നത്. പിന്നെ വരുന്നത് ആഡ്വേർബ് പൊസിഷൻസ് ആണ്. ആഡ്വേർബ്സ് എന്ന് പറയുമ്പോൾ വെർബിനെ അല്ലെങ്കിൽ അഡ്ജക്റ്റീവിനെ അല്ലെങ്കിൽ അതർ ആഡ്വേർബ്സിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ആളെയാണ് നമ്മൾ ആഡ്വേർബ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പം കോമൺ ആഡ്വേർബ് ടൈപ്സ് ഉണ്ട്. മാനറിനെ കാണിക്കുന്ന ആഡ്വേർബ് ഉണ്ട്, ടൈമിനെ കാണിക്കുന്ന ആഡ്വേർബ് ഉണ്ട്, ഫ്രീക്വൻസിയെ കാണിക്കുന്ന ആഡ്വേർബ് ഉണ്ട്, ഡിഗ്രിയെ അല്ലെങ്കിൽ പ്ലേസിനെ കാണിക്കുന്ന ആഡ്വേർബ് ഉണ്ട്. അപ്പോൾ ഈ ആഡ്വേർബിൻ്റെ പൊസിഷൻ മീനിങ്ങിനെ, ഒരു സെൻറ്റൻസിൻ്റെ മീനിങ്ങിനെയും എന്ത് ചെയ്യും, എഫക്റ്റ് ചെയ്യും. അപ്പം ആഡ്വേർബ് ഓഫ് ഫ്രീക്വൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഓൾവേസ് അല്ലെങ്കിൽ നെവർ. ഇതിനെയാണ് നമ്മൾ ആഡ്വേർബ് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അത് നമ്മൾ മെയിൻ വെർബിൻ്റെ, മിക്കവാറും ഉള്ള ആഡ്വേർബ്സിനെ നമ്മൾ മെയിൻ വെർബിൻ്റെ കൂടെയാണ് ആഡ്വേർബുകളെ എടുത്തിടുന്നത്. ഓക്കെ. ആഡ്വേർബ് ഓഫ് മാനർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെർബിൻ്റെ അല്ലെങ്കിൽ ഒബ്ജക്റ്റിന് ശേഷമായിരിക്കും ആഡ്വേർബ് ഓഫ് മാനർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഷീ സ്പോക്ക് സോഫ്റ്റ്ലി. സോഫ്റ്റ്ലി എന്നുള്ളതാണ് ഇവിടുത്തെ ആഡ്വേർബ് ഓഫ് മാനർ എന്ന് പറയുന്നത്. ആഡ്വേർബ് ഓഫ് ടൈം ആൻഡ് പ്ലേസ് എന്ന് പറയുന്നത് യൂഷ്വലി എപ്പോഴും ഒരു സെൻറ്റൻസിൻ്റെ എൻഡിലായിരിക്കും വരുന്നത്. പിന്നെ ആഡ്വേർബിനെ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യരുത്. അത് ഒരുമാതിരി ഓവർ മോഡിഫൈ ചെയ്യുന്നത് പോലെ ആയിരിക്കും. ചില ആഡ്വേർബ്സ് സെൻറ്റൻസിൻ്റെ ബിഗിനിങ്ങിലും വരാൻ സാധിക്കും. ഓക്കെ. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ആഡ്വേർബ്സ് അൺനെസസറി ആയിട്ട് യൂസ് ചെയ്യാൻ ഇടവരരുത്. ആഡ്വേർബ്സിനെ മിസ്പ്ലേസ് ചെയ്തും എഴുതരുത്. അപ്പം സെൻറ്റൻസിൻ്റെ മീനിങ്ങിനെ മാറ്റും. പിന്നെ ആഡ്വേർബ് വെച്ചിട്ടാണ് സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കോമ യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഹൗ എവർ എന്നുള്ള ആഡ്വേർബ് അത് വെച്ചിട്ടാണ് ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കോമ ഇടുക ഹൗ എവർ കഴിഞ്ഞിട്ട്. പിന്നെ നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊഹിഷൻ ആൻഡ് കൊഹിറൻസ് ആണ്. കൊഹിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാമാറ്റിക്കൽ ആൻഡ് ലെക്സിക്കൽ ലിങ്കിങ് വിത്തിൻ എ ടെക്സ്റ്റിനെയാണ് നമ്മൾ കൊഹിഷൻ എന്ന് പറയുന്നൊന്നുമില്ല. കൊഹിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാമാറ്റിക്കൽ ആൻഡ് ആ ഒരു വേർഡിൻ്റെ ഗ്രാമർ, ഒരു സെൻറ്റൻസിൻ്റെ ഗ്രാമർ അല്ലെങ്കിൽ വേർഡ്സ് തമ്മിലുള്ള ലിങ്കിങ്ങിനെയാണ് കൊഹിഷൻ എന്ന് പറയുന്നത്. കൊഹിറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡിയാസ് തമ്മിലുള്ള കണക്ഷനെയാണ് കൊഹിറൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ കൊഹിഷൻ എന്ന് പറയുമ്പോൾ കൺജങ്ഷൻസ്, പ്രോനൗൺസ്, സിനോണിംസ് ഒക്കെയാണ് കൊഹിഷൻ. കൊഹിറൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ടോപ്പിക്കിനെ അല്ലെങ്കിൽ ഐഡിയാസിനെ ഫോക്കസ് ചെയ്ത് നമ്മൾ പ്രോഗ്രസ് ചെയ്ത് എഴുതി പോകുന്നു അല്ലെങ്കിൽ പറഞ്ഞു പോകുന്നു. പിന്നെ ഈ കൊഹിഷനെ സ്ട്രെങ്തൻ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ റെപ്പറ്റീഷൻ ഓഫ് കീ ടേംസ് ആണ്. ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ഇസ് റിയൽ, ക്ലൈമറ്റ് ചേഞ്ച് എഫക്ട്സ് വെതർ. ഇപ്പോൾ ഇവിടെ കൊഹിഷൻ കണ്ടോ? ക്ലൈമറ്റ് ചേഞ്ച് 2 പ്രാവശ്യം വന്നാലും പക്ഷെ അത് സ്ട്രെങ്തൻ ചെയ്യത്തേ ഉള്ളൂ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഹിറൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പാരഗ്രാഫിൻ്റെ യൂണിറ്റിക്ക് വേണ്ടിയാണ് അത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് കോഹിറൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ആംബിഗ്വിറ്റിയാണ്. ആംബിഗ്വിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേർഡിന് അല്ലെങ്കിൽ ഒരു ഫ്രേസിന് അല്ലെങ്കിൽ ഒരു സെൻറ്റൻസിന് മൾട്ടിപ്പിൾ മീനിങ്സ് ഉണ്ടെങ്കിൽ അതിനെയാണ് ആംബിഗ്വിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആംബിഗ്വിറ്റി അപ്പോഴാണ് ഒക്കറാവുന്നത്. അപ്പോൾ ക്ലാരിറ്റി അല്ലെങ്കിൽ മിസ് ഇൻ്റർപ്രിട്ടേഷനെ അത് ബാധിക്കും. ലെക്സിക്കൽ ആംബിഗ്വിറ്റി ഉണ്ട്. ലെക്സിക്കൽ ആംബിഗ്വിറ്റി എന്ന് വെച്ചാൽ വൺ വേർഡ് വിത്ത് മെനി മീനിങ്സ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബാറ്റ് എന്നുള്ള വേർഡ്, ബാറ്റ് എന്ന് പറയുമ്പം ക്രിക്കറ്റ് ബാറ്റും ഉണ്ട്, ബേർഡ് മറ്റേ ബാറ്റും ഉണ്ട്. പിന്നെ സിൻടാക്റ്റിക് ആംബിഗ്വിറ്റി ഉണ്ട്. സെൻറ്റൻസ് സ്ട്രക്ചർ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ദ ചിക്കൺ ഈസ് റെഡി ടു ഈറ്റ്. ചിക്കൻ എന്നുള്ളത് ഏത് ചിക്കൻ ആണെന്ന് നമുക്കൊരു ഇത് വരും. സെമാൻറ്റിക് ആംബിഗ്വിറ്റി ഉണ്ട്. അൺക്ലിയർ മീനിങ് ഫ്രം സെൻറ്റൻസ് കോണ്ടെക്സ്റ്റ്. പിന്നെ ഈ വേഗായിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യാതിരിക്കുക, മിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വേർഡ്സ് യൂസ് ചെയ്യാതിരിക്കുക, പ്രോനൗൺ പ്രിഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ആയിട്ടിരിക്കുക. പിന്നെന്താണ്, ടൈറ്റിൽസിലും ഹെഡിങ്സിലും ഒക്കെ ആംബിഗ്വിറ്റി ഒഴിവാക്കുക. പങ്ക്ച്വേഷനൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ചേർക്കുക. ഡബിൾ നെഗറ്റീവ്സ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. അതായത് ഐ ഡോണ്ട് ഹാവ് നോ മണി, അപ്പോൾ അത് കൺഫ്യൂസിങ് ആയില്ലേ? ഐ ഡോണ്ട് ഹാവ് മണി എന്നങ്ങ് പറഞ്ഞാൽ പോരെ. ഐ ഡോണ്ട് ഹാവ് നോ മണി എന്ന് പറയുമ്പോൾ പിന്നെയും കൺഫ്യൂഷനായി അല്ലേ? പിന്നെ അൺനെസസറി ആയിട്ടുള്ള വേർഡുകളെല്ലാം നമ്മളെടുത്ത് കളയുക. വേർഡിൻ്റെ ഓർഡർ കറക്റ്റ് ആയിരിക്കണം. പിന്നെന്താണ്, ഈ ഫിഗറേറ്റീവ് ലാംഗ്വേജസ് കൂടുതലായിട്ട് അവോയ്ഡ് ചെയ്യുക. അബ്രീവിയേഷൻസും അക്രോണിംസും യൂസ് ചെയ്യുമ്പോൾ കെയർഫുൾ ആയിട്ട് ഇരിക്കുക. അപ്പോൾ ഇതാണ് ആംബിഗ്വിറ്റിക്കകത്ത് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ട്രാൻസിഷണൽ ഷിഫ്റ്റ് ആണ്. ട്രാൻസിഷണൽ ഷിഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡിയാസ് അല്ലെങ്കിൽ സെക്ഷൻസ് തമ്മിലുള്ള ആ ഒരു ലോജിക്കൽ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ ട്രാൻസിഷണൽ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ട്രാൻസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റീഡേഴ്സിനെ നമ്മൾ ഗൈഡ് ചെയ്യുന്ന സൈൻ പോസ്റ്റുകളാവും. അതായത് നമ്മൾ ഒരു ഐഡിയയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പേജിൽ നിന്ന് മറ്റൊരു പേജിലോട്ട് പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു സെക്ഷനിൽ നിന്ന് നമ്മൾ മറ്റൊരു സെക്ഷനിലോട്ട് പോകുമ്പോൾ ആ മാറ്റത്തിനെ കാണിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവമാണ്, അല്ലെങ്കിൽ ആ മാറ്റമാണ് ട്രാൻസിഷണൽ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പം റീഡേഴ്സിനെ ഗൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ മറ്റൊരു പേജിലോട്ട് നമ്മൾ ഇന്ന ഒരു കാര്യം റെഫർ ചെയ്യണം എന്ന് പറഞ്ഞ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്രാക്കറ്റിൽ കൊടുക്കാം. അപ്പോൾ ടൈപ്പ് ഓഫ് ട്രാൻസിഷൻ എന്ന് പറയുമ്പോൾ ആഡിറ്റീവ് ട്രാൻസിഷൻ ഉണ്ട്, കോൺട്രാസ്റ്റീവ് ട്രാൻസിഷൻ ഉണ്ട്, കോസൽ ട്രാൻസിഷൻ ഉണ്ട്, ടെമ്പറൽ ട്രാൻസിഷൻ ഉണ്ട്, കൺക്ലൂസീവ് ട്രാൻസിഷൻ ഉണ്ട്. ആഡിറ്റീവ് ട്രാൻസിഷൻ എന്ന് വെച്ചാൽ ഇൻ അഡീഷൻ, അതായത് ഇനിയും ഫെർദർ മോർ ഇനിയും ഉണ്ട് ആഡ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ. കോൺട്രാസ്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾദോ എന്നുള്ള ഇത് കാണിക്കാൻ വേണ്ടി.
കോസൽ എന്ന് വെച്ചാൽ ആസ് എ റിസൾട്ട് എന്നുള്ളത്. ടെമ്പറൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർവേർഡ്സ് അല്ലെങ്കിൽ നെക്സ്റ്റ് എന്നൊക്കെയുള്ള അതാണ് വാക്കുകൾ. അപ്പോൾ അതാണ് ട്രാൻസിഷൻ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പം കൺക്ലൂസീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇൻ കൺക്ലൂഷൻ എന്ന് വെച്ച് നമ്മൾ പറയത്തില്ലേ, ടു സമ്മറൈസ്, അൾട്ടിമേറ്റ്ലി. ഇതൊക്കെയാണ് ട്രാൻസിഷൻ ഷിഫ്റ്റിനകത്ത് വരുന്ന ടൈപ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു പാരഗ്രാഫിൽ നിന്ന് നമ്മളിപ്പോൾ ലാസ്റ്റ് പാരഗ്രാഫിലോട്ട് പോവുക. അപ്പോൾ ലാസ്റ്റ് പാരഗ്രാഫ് ആണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവും? അതിനകത്ത് ഒന്നെങ്കിൽ കൺക്ലൂഷൻ എഴുതി കാണിക്കാം, അല്ലെങ്കിൽ എന്ത് പറ്റും, ഇൻ കൺക്ലൂഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ ടു സമ്മറൈസ് എന്ന് പറഞ്ഞ് നമുക്ക് ആ പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആ മുകളിൽ കിടക്കുന്ന പാരഗ്രാഫും താഴെ കിടക്കുന്ന പാരഗ്രാഫും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് ഈ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ട്രാൻസിഷണൽ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഒരു പാരഗ്രാഫിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സെക്ഷനിൽ നിന്ന് മറ്റൊരു സെക്ഷനിലോട്ട് ട്രാൻസിഷൻ ചെയ്യുമ്പോൾ, മാറ്റം കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ മാറുമ്പോൾ ഉണ്ടാവുന്ന ഷിഫ്റ്റിനെയാണ് നമ്മൾ ട്രാൻസിഷണൽ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഈ ട്രാൻസിഷൻസ് ഇല്ലാതായി കഴിഞ്ഞാൽ ടെക്സ്റ്റ് ചിലപ്പോൾ ഫ്രാഗ്മെൻറ്റഡ് ആയി പോകും, ഒരു കണക്ഷൻ ഇല്ലാതായി പോകും. പാരഗ്രാഫുകൾ തമ്മിലൊരു കോഹറൻസ് കൊണ്ടുവരുന്നത് ഈ ട്രാൻസിഷൻസ് ആണ്. അപ്പോൾ നമുക്ക് പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ട്രാൻസിഷൻസ് യൂസ് ചെയ്യാം. അതായത് ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫാണ്, ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് ആണെന്ന് നമുക്ക് അതിനകത്ത് പിന്നെന്താണ് ആ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നതിന് പകരം തന്നെ നമുക്ക് വേറെ വേർഡ്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അത് ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് ആണെന്നുള്ളത്. മിഡ് പാരഗ്രാഫ് ഒക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിനും നമുക്ക് ട്രാൻസിഷൻസ് കൊടുക്കാം. അപ്പോൾ പക്ഷേ സെയിം ട്രാൻസിഷൻ വേർഡ് തന്നെ ഓവർ യൂസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, അപ്പോൾ ഈ ട്രാൻസിഷൻസ് നമ്മൾ ഒരുപാട് ഇതേ വാക്കുകൾ തന്നെ അല്ലെങ്കിൽ ഇതേ സെൻറ്റൻസ് തന്നെ നമ്മൾ ഇങ്ങനെ എപ്പോഴും ഓവറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, അതൊരു വല്ലാത്തൊരു സുഖമില്ലായ്മയായി പോകും. അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യുക. പിന്നെ സെൻറ്റൻസിൽ നിന്ന് മറ്റൊരു സെൻറ്റൻസിലോട്ട് ട്രാൻസിഷൻ ചെയ്യുമ്പോൾ സ്മൂത്ത് ആയിട്ട് നമുക്ക് റീഡിങ് പറ്റും. അപ്പോൾ അത് നല്ലപോലെ നോക്കുക. പിന്നെ ലോജിക്കൽ കണക്റ്റേഴ്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഹെൻസ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യാം, സോ എന്നുള്ള വാക്ക് യൂസ് ചെയ്യാം. പിന്നെന്താണ് വിഷ്വൽ മാർക്കിംഗ്, അതായത് വേറൊരു പാരഗ്രാഫിൽ നിന്ന് മറ്റൊരു പാരഗ്രാഫിൽ നമുക്ക് സബ് ഹെഡിങ്സ് ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ അതൊക്കെ ട്രാൻസിഷൻ ഷിഫ്റ്റിനകത്ത് വരുന്നതാണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഫോർ ഇൻസ്റ്റൻസ് അല്ലെങ്കിൽ സച്ചസ് പോലെയുള്ള വാക്കുകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസിഷനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ട്രാൻസിഷണൽ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. പാരഫ്രൈസിംഗ് ആണ് അടുത്തത്. പാരഫ്രൈസിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ ഐഡിയാസ് നമ്മുടെ ഓൺ വേർഡ്സിൽ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പാരഫ്രൈസിംഗ് എന്ന് പറയുന്നത്. പ്ലേജറിസത്തിനെ അവോയ്ഡ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ഒരു ഗുഡ് പാരഫ്രൈസ് ആണെന്നുണ്ടെങ്കിൽ വേർഡ്സിനെയും സ്ട്രക്ചറിനെയൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്ത് പുതിയൊരു രീതിയിൽ എഴുതാം. ഒറിജിനൽ മീനിങ്ങും ടോണും പക്ഷേ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം, അതിൽ വ്യത്യാസം വരാൻ പാടില്ല. കീ മെസ്സേജ് എന്താണെന്ന് നമ്മൾ ആദ്യമേ ഐഡന്റിഫൈ ചെയ്യുക, എന്നിട്ട് വേണം നമ്മൾ റീറൈറ്റ് ചെയ്യാൻ. സിനണിംസ് ഒക്കെ കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്യുക, കോണ്ടെക്സ്റ്റിന് അനുസരിച്ചുള്ള വാക്കുകൾ യൂസ് ചെയ്യുക. സെന്റൻസ് സ്ട്രക്ചർ നമുക്ക് ചേഞ്ച് ചെയ്യാം, ആക്റ്റീവിനെ പാസീവ് ആക്കി മാറ്റിയൊക്കെ ചെയ്യാം. സെന്റൻസിനെ നമുക്ക് ബ്രേക്കപ്പ് ചെയ്തോ അല്ലെങ്കിൽ കമ്പൈൻ ചെയ്തോ ഒക്കെ മാറ്റി എഴുതാം. പക്ഷേ ഒറിജിനൽ സോഴ്സ് തന്നെ സൈറ്റ് ചെയ്ത് വേണം എഴുതാൻ. പിന്നെന്താണ്, ഫ്രേസസ് ഒക്കെ കോപ്പി ചെയ്യുന്നത്, മറ്റേ ഒറിജിനൽ പാരഗ്രാഫിൽ നിന്ന് നമ്മൾ ഫ്രേസസും വാക്കുകളൊക്കെ കോപ്പി ചെയ്യുന്നത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് കുറയ്ക്കാം. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാരഫ്രേസിങ് ശരിക്കും പറഞ്ഞാൽ മെറ്റീരിയലിനെ ബെറ്റർ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ എന്താണ്, പാരഫ്രേസിങ് ടൂൾസ് ഒക്കെ ഇപ്പോൾ ഓൺലൈനായിട്ട് അവൈലബിൾ ആണ്. അതൊക്കെ വെച്ച് നമുക്ക് ഇപ്പോൾ ക്വിൽ ബോട്ടം എന്നൊക്കെ ഉള്ളൊരു ടൂളുണ്ട്, പാരഫ്രേസിങ് ടൂളാണ്. അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ബെറ്റർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും പാരഫ്രേസിങ്. പിന്നെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാരഫ്രൈസിങ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. ടെക്നിക്കൽ ടേംസ് അല്ലെങ്കിൽ പേരുകളെ ഒന്നും നമ്മൾ ചേഞ്ച് ചെയ്യരുത്. റിപ്പോർട്ടിംഗ് വേർബ്സ് ഒക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുക. പിന്നെന്താണ്, ഒറിജിനലുമായിട്ട് നമ്മൾ എഴുതി കഴിഞ്ഞതിന് ശേഷം ചെക്ക് ചെയ്യുക ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള രീതിയിലാണോ നമ്മൾ പ്രസന്റ് ചെയ്തിരിക്കുന്നതെന്ന്. പേഴ്സണൽ ഒപ്പീനിയൻസ് ഒന്നും നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യരുത്. എന്താണോ അവിടെ ഉള്ളത് അതിനെ നമ്മൾ കറക്റ്റ് റീറൈറ്റ് ചെയ്ത് എഴുതുന്നു, അത്രയേ ഉള്ളൂ. കൊട്ടേഷൻ മാർക്സ് ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എഴുതാം. വേർഡ് ടു വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, അതായത് ഇപ്പം ഹീ ഈസ് എ ലിറ്റിൽ ബോയ്, ഇതിനെ നമ്മൾ പാരഫ്രൈസ് ചെയ്തൊക്കെ എഴുതുവാണെന്നുണ്ട് വിചാരിച്ചോ, അപ്പം ഹീ ഈസ് എ സ്മോൾ ബോയ്, ഇങ്ങനൊന്നും ആക്കി വെക്കരുത്. അതിനെ വേറെ രീതിയിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആക്കി വെക്കാം. അപ്പോൾ വേർഡ് ടു വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നും കൊടുക്കരുത്. സെൻറ്റൻസ് ഋതവും നാച്ചുറലും ക്ലിയറും ആയിരിക്കണം. പിന്നെ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സ് വരരുത്. അടുത്തത് കോപ്പി എഡിറ്റിംഗ് ആണ്. കോപ്പി എഡിറ്റിംഗ് എന്ന് വെച്ചാൽ ഗ്രാമർ, പങ്ക്ച്വേഷൻ, സ്പെല്ലിംഗ് ആൻഡ് സിൻടെക്സ് ആണ് നമ്മൾ നോക്കുന്നത് ഒരു സെൻറ്റൻസിൽ. കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം. കോപ്പി എഡിറ്റേഴ്സ് MLA അല്ലെങ്കിൽ APA പോലെയുള്ള സ്റ്റൈൽ ഷീറ്റുകൾ ഫോളോ ചെയ്യുക. ടൈപ്പ് ചെയ്യുന്ന മിസ്റ്റേക്കുകൾ, മെക്കാനിക്കൽ എറേഴ്സ്, സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ്, ഇതിലൊന്നും പ്രശ്നങ്ങൾ വരാൻ പാടില്ല. പങ്ക്ച്വേഷൻ മാർക്സ് കറക്റ്റ് ആയിരിക്കണം. ക്യാപിറ്റലൈസേഷൻ ഒക്കെ ഉണ്ടോ നോക്കുക. റെപ്പറ്റീഷൻസ് എല്ലാം റിമൂവ് ചെയ്യണം. ഫ്രാഗ്മെന്റഡ് സെന്റൻസുകളെല്ലാം കറക്റ്റ് ചെയ്യുക. വേർഡ് യൂസേജും ചെക്ക് ചെയ്യുക. ടെൻസ് കറക്റ്റ് ആയിരിക്കണം, ഇൻകൺസിസ്റ്റന്റ് ആവരുത്. ആക്റ്റീവും പാസീവ് വോയിസും ആണെന്നുണ്ടെങ്കിൽ അതിനെയും കറക്റ്റായിട്ട് ചെയ്യുക. നമ്പറും ഡേറ്റും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പ്രോപ്പറായിട്ട് ഫോർമാറ്റ് ചെയ്യുക. ഫോറിൻ വേർഡ്സും ഫ്രേസസും ഫോർമാറ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ മലയാളം ഒരു വേർഡ് നമ്മൾ ഇംഗ്ലീഷ് നമ്മൾ എഴുതുന്നതിനകത്ത് എഴുതി ചേർക്കുവാന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ അതായത് മലയാളത്തിലുള്ള എന്താ പറയുക, ഏതെങ്കിലും ഒരു വേർഡ്, അതിനെ നമ്മൾ തെയ്യം എന്നുള്ള വാക്ക്
അതിനെ നമ്മൾ ഇംഗ്ലീഷിൽ THEYYAM എന്ന് എഴുതുവാണെന്ന് വിചാരിച്ചോ നമ്മുടെ എസ്ഐക്കകത്ത്. അപ്പോൾ അതിനെ ഇറ്റാലിക്സിലാക്കി എഴുതണം. അത് വേറൊരു ഫോറിൻ വേർഡ് അല്ലേ. അപ്പോൾ അതിനെ നമ്മൾ കറക്റ്റായിട്ട്, അങ്ങനെയുള്ള വേർഡ്സിനെ നമ്മൾ കറക്റ്റായിട്ട് ഫോർമാറ്റ് ചെയ്യണം. പിന്നെ സൈറ്റേഷൻസിലുള്ള എറേഴ്സിനെ നമ്മൾ കറക്റ്റ് ചെയ്യുക. ഹെഡിങ്സും സബ് ഹെഡിങ്സും ഒക്കെ നോക്കുക. സെൻറ്റൻസ് ഫ്ലോയെ ഇമ്പ്രൂവ് ചെയ്യുന്നതാണ് കോപ്പി എഡിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം അബ്രീവിയേഷൻസും അക്രോണിംസും ഉണ്ടെങ്കിൽ അതിനെ കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്ത് അവസാനം എഴുതണം. പിന്നെന്താണ്, ഡിജിറ്റൽ പങ്ക്ച്വേഷൻ കറക്റ്റ് ആണോ എന്ന് നോക്കുക. ഫിഗേഴ്സും ടേബിൾസും ക്യാപ്ഷൻസും ഉണ്ടെങ്കിൽ അതിനെ ഒന്നും കൂടി ക്രോസ് ചെക്ക് ചെയ്യണം. സ്പേസിങ്ങും ഫോണ്ടും കൺസിസ്റ്റൻ്റ് ആണോ എന്ന് നോക്കുക. ഓക്കെ, ഇത് ഇത്രയാണ് കോപ്പി എഡിറ്റിങ്ങിനകത്ത് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് സെൻറ്റൻസ് ലെങ്ത് എന്നുള്ള ടോപ്പിക്കാണ്. അപ്പോൾ സെൻറ്റൻസ് ലെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സെൻറ്റൻസിൻ്റെ ലെങ്ത് എന്താ പറയുക, അതിനൊരു കറക്റ്റ് ഒരു ലെങ്ത് വേണം. അതായത് ഒരുപാട് ഷോർട്ട് ആവാനും പാടില്ല, ഒരുപാട് ലോങ് ആവാനും പാടില്ല. അപ്പം സെൻറ്റൻസ് ലെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ റീഡബിലിറ്റി അല്ലെങ്കിൽ ആ സെൻറ്റൻസിൻ്റെ ടോണിനെയാണ് ബാധിക്കുന്നത്. ഷോർട്ട് സെൻറ്റൻസ് എന്ന് വെച്ചാൽ 5 to 10 വേർഡ്സ്, അത് ക്ലിയർ ആൻഡ് ഡയറക്റ്റ് ആയിരിക്കണം. ലോങ് സെൻറ്റൻസ് എന്ന് വെച്ചാൽ 20+ വേർഡ്സ്, അത് കോംപ്ലക്സ് ഐഡിയാസ് കൺവേ ചെയ്യാനായിരിക്കണം. മിക്സ് ഓഫ് ഷോർട്ട് ആൻഡ് ലോങ് സെൻറ്റൻസസ് ആണ് ഒരു റിതം ക്രിയേറ്റ് ചെയ്യുന്നത്. ഓവറായിട്ടുള്ള ലോങ് സെൻറ്റൻസസ് റീഡേഴ്സിനെ കൺഫ്യൂസ് ചെയ്യും. ഷോർട്ട് സെൻറ്റൻസസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കതും എന്ത് ചെയ്യുക, കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അക്കാഡമിക് റൈറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ മീഡിയം ടു ലോങ് സെൻറ്റൻസസ് ആണ് ടിപ്പിക്കലി നമ്മൾ യൂസ് ചെയ്യുന്നത്. ലീഗൽ ആൻഡ് ബ്യൂറോക്രാറ്റിക് റൈറ്റിംഗ് ആണെങ്കിൽ ലോങ് കോംപ്ലക്സ് ആയിട്ടുള്ള സെൻറ്റൻസസ് നമ്മൾ യൂസ് ചെയ്യാം. കോമാസ്, സെമി കോളൻസ്, ഡാഷസ്, ഇതൊക്കെ നമുക്ക് ലോങ് സെൻറ്റൻസുകളിൽ ക്ലാരിറ്റിക്ക് വേണ്ടി യൂസ് ചെയ്യാം. കോമാസ് എന്താണ് പറയുക, ലോങ് സെൻറ്റൻസിൽ കോമാ സ്ലൈസസ് നമ്മൾ ഒരുപാട് കോമാസ് യൂസ് ചെയ്യാൻ വരരുത്. ലോങ് സെൻറ്റൻസിൽ നമ്മൾ ബ്രേക്ക് ചെയ്ത് ചെറുതാക്കി എഴുതുന്നതായിരിക്കും നല്ലത്. പിന്നെന്താണ്, ഫോർമൽ രീതിയിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റൈലിൽ എഴുതുക. സെൻറ്റൻസ് ലെങ്ത് ശരിക്കും പറഞ്ഞാൽ റീഡേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ അൺനെസസറി ആയിട്ട് നമുക്ക് സെൻറ്റൻസിനെ ബ്രേക്ക് ചെയ്യേണ്ട, അത് നമ്മുടെ ആ ഒരു റീഡിങ് ഫ്ലോയെ ഡിസ്ട്രപ്റ്റ് ചെയ്യും. പിന്നെന്താണ്, ഓരോ സെൻറ്റൻസിൻ്റെയും ക്ലാരിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി റീഡ് അലൗഡ് ചെയ്യുക, ഉറക്ക വായിക്കുക. പിന്നെ ഫ്ലഷ് കിൻകേഡ് റീഡബിലിറ്റി എന്നൊക്കെയുള്ള ടൂൾസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം ഓൺലൈനായിട്ട്. ബുള്ളറ്റിൻ പോയിന്റ്സ് അല്ലെങ്കിൽ ലിസ്റ്റുകൾ യൂസ് ചെയ്യാം. ഷോർട്ട് അല്ലെങ്കിൽ ചോപ്പി സെൻറ്റൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ കമ്പൈൻ ചെയ്ത് ലോങ് ആക്കി മാറ്റാം. റെപ്പറ്റേറ്റീവ് സെൻറ്റൻസിനെ എല്ലാം നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് ചെയ്ത് മാറ്റുക. യങ് റീഡേഴ്സ് ആണെങ്കിൽ ഷോർട്ടർ സെൻറ്റൻസസ് ആണ് നല്ലത്. ഓക്കെ, ഇനി പങ്ക്ച്വേഷനാണ്. പങ്ക്ച്വേഷൻ മാർക്സ് എന്ന് പറയുന്നത് നമ്മുടെ സെൻറ്റൻസിനെ ഓർഗനൈസ് ചെയ്യുകയും മീനിങ്ങിനെ ക്ലാരിഫൈ ചെയ്യുകയും ചെയ്യും. അപ്പോൾ പങ്ക്ച്വേഷൻ മാർക്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ പീരീഡ്, അതായത് ഫുൾ സ്റ്റോപ്പ്, ഒരു സെൻറ്റൻസ് എൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇടുന്നതാണ് പീരീഡ് അല്ലെങ്കിൽ ഫുൾ സ്റ്റോപ്പ് എന്ന് പറയുന്നത്. കോമ എന്ന് പറയുന്നത് സെൻറ്റൻസിലെ എലമെന്റ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്ന കാര്യമാണ്. സെമി കോളൻ എന്ന് പറയുന്നത് എന്താണ്, അതായത് ഒരു കാര്യം പറഞ്ഞിട്ട് വീണ്ടും അതിൻ്റെ ഒപ്പം വേറൊരു കാര്യം കൂടെ വരുന്നുണ്ട്. അതാണ് സെമി കോളൻസ് അതായത് ഇൻഡിപെൻഡൻറ്റ് ക്ലോസസിനെ ജോയിൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കോളൻസ് എന്ന് പറയുമ്പോൾ മറ്റേ 2 കുത്ത്. കോളൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, ലിസ്റ്റ്, എക്സ്പ്ലനേഷൻസ്, അല്ലെങ്കിൽ താഴെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയുവാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ കോളൻസ് യൂസ് ചെയ്യാം. എക്സ്ക്ലമേഷൻ മാർക്ക് നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷൻസ് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ മാർക്ക് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ മാർക്ക് നമ്മൾ ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസിൽ യൂസ് ചെയ്യും. കൊട്ടേഷൻ മാർക്സ് നമ്മൾ ഒരാൾ പറയുന്ന കാര്യം അതുപോലെ ഡയറക്റ്റ് സ്പീച്ച് എഴുതാനോ അല്ലെങ്കിൽ സൈറ്റേഷൻസിലോ ആണ് നമ്മൾ കൊട്ടേഷൻ മാർക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോസ്ട്രഫി എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊസഷനെ അല്ലെങ്കിൽ കോൺട്രാക്ഷനെ കാണിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ജോണിന്റെ ബുക്ക്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും, ജോൺ അപ്പോസ്ട്രഫി എസ് ബുക്സ്. ജോണിന്റെ ബുക്ക് എന്ന് പറയുന്നത് ജോണിന്റെ പൊസഷൻ ആണ് ആ ബുക്ക്. അപ്പം ജോൺസ് ബുക്ക്. പിന്നെ ഹൈഫൻസ് എന്ന് വെച്ചാൽ കോമ്പൗണ്ട് വേർഡ്സിനെ ജോയിൻ ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഹൈഫൻ. പിന്നെ ഡാഷസ് എന്ന് വെച്ചാൽ ബ്രേക്ക് അല്ലെങ്കിൽ എംഫസിസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. പാരന്തസിസ്, മറ്റേ 2 ബ്രാക്കറ്റ് ഉണ്ടല്ലോ, അത് എക്സ്ട്രാ ഇൻഫർമേഷന് വേണ്ടിയാണ് പാരന്തസിസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബ്രാക്കറ്റും ഇതുപോലെ ബ്രാക്കറ്റിൽ നമ്മൾ ഇതുപോലെ എക്സ്ട്രാ ഇൻഫർമേഷൻ ആയിട്ട് ആഡ് ചെയ്യാം. എലിപ്സിസ് എന്ന് വെച്ചാൽ കുത്ത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒമിഷൻസ്, അതായത് ഇനിയും ഉണ്ട് കാര്യങ്ങൾ എന്ന് കാണിക്കാനും നമുക്ക് എലിപ്സിസ് യൂസ് ചെയ്യാം. ഓവറായിട്ട് പങ്ക്ച്വേഷൻ മാർക്സ് യൂസ് ചെയ്യരുത്. പങ്ക്ച്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, കൺസിസ്റ്റന്റ് ആയിരിക്കണം. പിന്നെന്താണ്, മിസ്പ്ലേസ്ഡ് പങ്ക്ച്വേഷൻ മീനിങ് തന്നെ ചേഞ്ച് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ എന്താണ്, പങ്ക്ച്വേഷൻ എന്ന് പറയുന്നത് സെന്റൻസിന്റെ ഒരു ഭാഗമാണ്. ബ്രിട്ടീഷ് ആൻഡ് അമേരിക്കൻ ഇംഗ്ലീഷിൽ പങ്ക്ച്വേഷൻ റൂൾസ് ഡിഫറെൻ്റ് ആണ് കേട്ടോ. പിന്നെന്താണ്, ഫോർമൽ റൈറ്റിങ്ങിലൊക്കെ എക്സ്ക്ലമേഷൻ മാർക്സ് ഒന്ന് യൂസ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് ക്യാപിറ്റലൈസേഷൻ ആണ്. ക്യാപിറ്റലൈസേഷൻ എന്ന് വെച്ചാൽ പ്രോപ്പർ നൗൺസിന്റെ കൂടെയും സെന്റൻസിന്റെയും കൂടെ ആണ് നമ്മൾ ക്യാപിറ്റലൈസേഷൻ ബിഗിൻ ചെയ്യുന്നത്. ഫസ്റ്റ് വേർഡ് ഓഫ് എ സെന്റൻസ് ഈസ് ഓൾവേസ് ക്യാപിറ്റലൈസ്ഡ് ആണ്. പ്രോപ്പർ നൗൺസ്, അതായത് നെയിം ഓഫ് പ്ലേസസ്, പീപ്പിൾ, മന്ത്, അതൊക്കെ നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യും. കോമൺ നൗൺസിനെ നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യത്തില്ല. പക്ഷേ സെന്റൻസിന്റെ തുടക്കത്തിലാണ് കോമൺ നൗണെങ്കിൽ നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യും. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സ്പെസിഫിക് ടൈറ്റിൽസ് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി, അതിനകത്ത് പിയും എമ്മും എല്ലാം നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യും. പിന്നെ ഡേയ്സ് ഓഫ് ദ വീക്കും മന്തും എല്ലാം ക്യാപിറ്റലൈസ് ചെയ്യും. പക്ഷേ സീസൺസ് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യത്തില്ല. പിന്നെ
പ്രോനൗൺ ഐ ഉണ്ടല്ലോ, അത് നമ്മൾ എപ്പോഴും ക്യാപിറ്റലൈസ് ചെയ്തേ എഴുതാവൂ. പിന്നെ ടൈറ്റിൽസ് ഓഫ് ദ വർക്ക്സ്, അക്കാഡമിക് സബ്ജക്ട്സ്, അതായത് നമ്മുടെ ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ഫിസിക്സ്, ഇതെല്ലാം ക്യാപിറ്റലൈസ് ചെയ്യണം. പിന്നെന്താണ്, റിലീജിയസ് ടെക്സ്റ്റും ഡയറ്റീസിനെ എല്ലാം നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യണം. ബൈബിൾ, ഖുറാൻ. എൻറ്റയർ വേർഡ്സ് ക്യാപിറ്റലൈസ് ചെയ്യരുത്. ഓവർ ക്യാപിറ്റലൈസേഷൻ നമ്മുടെ റൈറ്റിങ്ങിനെ അൺപ്രൊഫഷണൽ ആയിട്ട് മാറ്റും. ആക്രോണിംസ് ഒക്കെ നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യും. നാസ, അത് WHO, അതെല്ലാം നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യാണ് എഴുതുന്നത്. AI അല്ലേ. പിന്നെ ഇപ്പോൾ ഒരു കോട്ട് സെൻറ്റൻസിൻ്റെ ആദ്യമാണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റലൈസ് ചെയ്യുക നമുക്ക് ആ കോട്ടിൻ്റെ ആദ്യത്തെ ആ ലെറ്ററിന്. റാൻഡമായിട്ട് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യരുത് ഫോർമൽ റൈറ്റിങ്ങിൽ. ഹെഡിങ്സും സബ് ഹെഡിങ്സും ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്ത് എഴുതാം. പിന്നെ ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് അറിയാലോ, ഫസ്റ്റ് ഒരു സെൻറ്റൻസിലെ ഫസ്റ്റ് വേർഡിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ആ ഫസ്റ്റ് വേർഡിലെ ഫസ്റ്റ് ആൽഫബറ്റിനെയാണ് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യുന്നത്. പ്രിപ്പോസിഷൻസിനെ ഒന്നും ക്യാപിറ്റലൈസ് ചെയ്യരുത്. പക്ഷേ അത് ടൈറ്റിലായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബിഗിനിങ് ഓഫ് ഇതിലായിട്ട് വരുവാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെന്താണ്, അപ്പോൾ ഇത്രയാണ് ക്യാപിറ്റലൈസേഷൻ്റെ കാര്യത്തിനകത്ത് വരുന്നത്. ലീഗൽ ആൻഡ് ബിസിനസ് ഡോക്യുമെൻറ്റ്സിനകത്ത് ക്യാപിറ്റലൈസേഷൻ ഇൻകറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് തന്നെ ചേഞ്ച് ആക്കാൻ ഒരിതുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത സ്പെല്ലിംഗ് സ്റ്റാൻഡർഡൈസേഷൻ ആണ്. സ്റ്റാൻഡർഡൈസ്ഡ് സ്പെല്ലിംഗ് എന്ന് വെച്ചാൽ ക്ലാരിറ്റിക്കും പ്രൊഫഷണലിസത്തിനെ അത് ഇമ്പ്രൂവ് ചെയ്യുന്നു. ബ്രിട്ടീഷ് ആൻഡ് അമേരിക്കൻ ഇംഗ്ലീഷ് ഉണ്ട് നമുക്ക്, 2 വെറൈറ്റി ഓഫ് ഇംഗ്ലീഷ്, ബ്രിട്ടീഷ് അല്ലെങ്കിൽ അമേരിക്കൻ ഇംഗ്ലീഷ്. അപ്പോൾ അതിൻ്റെ സ്പെല്ലിംഗ് നമുക്ക് നോക്കാം. ബ്രിട്ടീഷ് ആണോ ഇംഗ്ലീഷ് ആണോ, അതുപോലെ തന്നെ അമേരിക്കൻ ഇംഗ്ലീഷ് ആണോ എന്നുള്ളത് നമുക്കറിയാം. എങ്ങനെ അറിയാൻ പറ്റും? COLOR ആണെന്നുണ്ടെങ്കിൽ അത് US ഇംഗ്ലീഷ് ആണ്, അതായത് അമേരിക്കൻ ഇംഗ്ലീഷ് ആണ്. COLOUR ആണെങ്കിൽ അത് UK ഇംഗ്ലീഷ്. അപ്പം കോമൺ സ്പെല്ലിംഗ് ഡിഫറൻസസ് വരുവാണെന്നുണ്ടെങ്കിൽ ISE അത് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണ്. അതിന് പകരം അമേരിക്കൻ ആണെന്നുണ്ടെങ്കിൽ IZD. ഇപ്പോൾ റിയലൈസ്, അതിന് 2 സ്പെല്ലിംഗ് ഉണ്ട്. പിന്നെ ലേബർ എന്നുള്ള വാക്കിന് LABOUR ഉണ്ട്, LABOR എന്നും ഉണ്ട്. സെൻറ്റർ എന്നുള്ള വാക്ക് CENTER അത് ബ്രിട്ടീഷ് ഇംഗ്ലീഷും, CENTRE ബ്രിട്ടീഷ് ഇംഗ്ലീഷും, CENTER എന്നുള്ളത് അമേരിക്കൻ ഇംഗ്ലീഷുമാണ്. അപ്പോൾ ഇതാണ് സ്പെല്ലിംഗ് സ്റ്റാൻഡർഡൈസേഷനകത്ത് മെയിനായിട്ട് നിങ്ങൾ എഴുതേണ്ടത്. ബ്രിട്ടീഷ് ആൻഡ് അമേരിക്കൻ ഇംഗ്ലീഷിൻ്റെ ആ ഒരു ഡിഫറൻസ് ആണ് കേട്ടോ. ഡിക്ഷണറീസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം സ്പെല്ലിങ്സ് കൺഫേം ചെയ്യാൻ. ഈ റീജിയണൽ സ്പെല്ലിങ്സ് ഒന്ന് അവോയ്ഡ് ചെയ്യുക. മിക്സ് ചെയ്യുന്നത് ഹോമോഫോൺസ് ചെക്ക് ചെയ്യുക. ഹോമോഫോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്പെല്ലിങ്ങിൽ വ്യത്യാസം വരും, പക്ഷേ പറയുന്ന പ്രൊനൗൺസിയേഷനൊക്കെ കറക്റ്റായി സെയിം ആയിരിക്കും. ഇപ്പോൾ THEIRും THEREയും. പിന്നെ ഓൾസോ എന്താണ്, ഈ ഡബിൾഡ് ലെറ്റേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വാച്ച് ഔട്ട് ചെയ്യുക. അതായത് ഇപ്പോൾ UK ഇംഗ്ലീഷിൽ ട്രാവൽഡ് എന്നാണെങ്കിൽ 2 L ഉണ്ട്, പക്ഷേ US ഒരു L ഉള്ളൂ. US ഇംഗ്ലീഷ് ആണെങ്കിൽ നമ്മുടെ ലാംഗ്വേജ് പ്രിഫറൻസ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, സ്പെൽ ചെക്ക് ചെയ്യുക. നമ്മൾ ഫോളോ ചെയ്യുന്ന ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണ്, നമ്മൾ ബ്രിട്ടീഷ് ഇംഗ്ലീഷിലെ സ്പെല്ലിംഗ് തന്നെ ഫോളോ ചെയ്യുക. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. അമേരിക്കൻ സ്പെല്ലിംഗ് ആണ് നമ്മളിപ്പോൾ കൂടുതൽ ഇൻസ്റ്റയിലും നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ ഒരുപാട് യൂസ് ചെയ്യുന്നതുകൊണ്ട് അമേരിക്കൻ സ്പെല്ലിംഗ് ആണ് അതിനകത്ത് കൂടുതലും ഉള്ളത്. ഓക്കെ. പിന്നെ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ നമുക്കൊരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു സ്പെല്ലിംഗ് കൺവെൻഷൻ കാണും, അത് തന്നെ ഫോളോ ചെയ്യാൻ നിൽക്കുക. ഓക്കെ. സ്പെല്ലിംഗ് എറേഴ്സ് വരാതിരിക്കുക. അത് നമ്മുടെ ഫോർമൽ കമ്മ്യൂണിക്കേഷനിലെ ക്രെഡിബിലിറ്റിയെ ബാധിക്കും. പിന്നെന്താണ് പറയുന്നത്, ഫോറിൻ വേർഡ്സ് എന്ന് പറയുന്നത് കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ സ്പെല്ല് ചെയ്യാൻ ശ്രമിക്കുക. പ്ലൂറൽ സ്പെല്ലിങ്സ് വേരി ചെയ്യാൻ പറ്റും. ഒരു ഇതിൻ്റെ നൗണിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ പ്ലൂറൽ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് സ്പെല്ലിങ്ങിൽ വ്യത്യാസം വരുമല്ലോ. പിന്നെ ഓട്ടോ കറക്റ്റ് എറേഴ്സ് അതൊന്നും യൂസ് ചെയ്യാതിരിക്കുക കമ്പ്യൂട്ടറിനകത്ത്. പിന്നെ അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് വരുന്നത്, സ്പെല്ലിങ്ങിനകത്ത് വരുന്നത് സ്റ്റാൻഡർഡൈസേഷൻ. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ടൈറ്റിൽ ഓർ സബ് ടൈറ്റിലിംഗ്. അപ്പോൾ ടൈറ്റിൽ ആൻഡ് സബ് ടൈറ്റിലിംഗ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് സബ് ടൈറ്റിൽസ് എന്ന് പറയുമ്പോൾ ടൈറ്റിൽ നമുക്കറിയാം. സബ് ടൈറ്റിൽസ് എന്ന് പറയുമ്പോൾ എന്താണ്, ആ ടൈറ്റിലിൻ്റെ തൊട്ട് താഴെ വരുന്നതാണ് സബ് ടൈറ്റിൽ എന്ന് പറയുന്നത്. ആക്യുറേറ്റ് ആൻഡ് ക്ലിയർ ടൈറ്റിൽസ് ആയിരിക്കണം സബ് ടൈറ്റിൽസിനകത്ത് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ മെയിൻ വേർഡ്സ് ടൈറ്റിൽസിലാണെങ്കിലും സബ് ടൈറ്റിൽസിലാണെന്നുണ്ടെങ്കിലും ക്യാപിറ്റലൈസ് ചെയ്യാൻ മറക്കരുത്. പിന്നെന്താണ്, മെയിൻ ടൈറ്റിലിനെ ക്ലാരിഫൈ ചെയ്യുകയോ എക്സ്പാൻഡ് ചെയ്യുകയോ ചെയ്യുന്നതാണ് സബ് ടൈറ്റിൽസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, സേപ്പിയൻസ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ കൈൻഡ്. ഇതിനകത്ത് സേപ്പിയൻസ് എന്നുള്ളതാണ് മെയിൻ ടൈറ്റിൽ. എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ കൈൻഡ് എന്നുള്ളതാണ് ഇതിനകത്ത് സബ് ടൈറ്റിൽ വരുന്നത്, ആ ബുക്കിൻ്റെ പേരാണ്. അപ്പോൾ അത് സബ് ടൈറ്റിൽസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം, നമ്മുടെ മെയിൻ ടൈറ്റിലിനെ എക്സ്പാൻഡ് ചെയ്യുന്നതായിരിക്കണം. ഒരു കോളൻ വെച്ചിട്ട് നമുക്ക് മെയിൻ ടൈറ്റിലിനെയും സബ് ടൈറ്റിലിനെയും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ ടൈറ്റിൽസും സബ് ടൈറ്റിൽസും വളരെ കൺസൈസ് ആക്കി വെക്കുക, ഷോർട്ട് ആക്കി വെക്കുക. ലോങ് ആയിട്ടുള്ള സബ് ടൈറ്റിൽസ് അവോയ്ഡ് ചെയ്യുക. പിന്നെന്താണ്, സബ് ടൈറ്റിൽസ് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്, കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ പേർപ്പസ് അല്ലെങ്കിൽ ഫോക്കസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഫോർമാറ്റിംഗ് ത്രൂ ഔട്ട് വേണം. ബുക്കിനെ ഇറ്റാലിസൈസ് ചെയ്യാൻ ശ്രമിക്കുക. ജേർണൽ ടൈറ്റിൽസിനെയൊക്കെ സബ് ടൈറ്റിൽസ് ഒക്കെ സബ് ടൈറ്റിൽസ് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ബുക്കാണെങ്കിലും ജേർണൽ ടൈറ്റിൽസ് ആണെങ്കിലും സബ് ടൈറ്റിൽസിൽ വരുമ്പോൾ ഇറ്റാലിസൈസ് ചെയ്ത് എഴുതുക. കൊട്ടേഷൻ മാർക്ക് യൂസ് ചെയ്യരുത്. കറക്റ്റ് പങ്ക്ച്വേഷൻ തന്നെ യൂസ് ചെയ്യുക, മെയിൻ ആൻഡ് സബ് ടൈറ്റിൽ തമ്മിലുള്ളത്. പിന്നെ ഒരു തീം അല്ലെങ്കിൽ ഒരു ക്വസ്റ്റനോ ഒരു സമ്മറി ഫോർമാറ്റോ ഒക്കെ ആവാം സബ് ടൈറ്റിൽസിന്, അങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാം, സബ് ടൈറ്റിൽസ് കൊടുക്കാം. പിന്നെ ഈ ഭയങ്കര സെൻസേഷണലിസ്റ്റ് സബ് ടൈറ്റിൽസ് ഒന്നും കൊടുക്കാൻ
കൊടുക്കാതിരിക്കുന്നതായിരിക്കും അവോയ്ഡ് ചെയ്യുന്നത് നല്ലത്. ഓക്കെ. പിന്നെ ഫിലിമിൽ അല്ലെങ്കിൽ ഡോക്യുമെൻ്ററി സബ് ടൈറ്റിൽസിലൊക്കെ നമുക്ക് ട്രാൻസ്ലേറ്റഡ് ടൈറ്റിൽസ് കാണാൻ സാധിക്കും. ഗ്രാമാറ്റിക്കൽ നെസറി ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ കോമാസി സബ് ടൈറ്റിൽസിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അബ്രീവിയേഷൻസ് എല്ലാം അവോയ്ഡ് ചെയ്യുക. ടൈറ്റിൽസും സബ് ടൈറ്റിൽസും എല്ലാം ടൈറ്റിൽ പേജസിലും ഹെഡേഴ്സിലും ഫൂട്ടേഴ്സിലും വേണം അപ്പിയർ ആവാൻ വേണ്ടി. ഓക്കെ. പിന്നെ MLAയിലും അതുപോലെ തന്നെ മറ്റേ MLA ഫോർമാറ്റിലും അതുപോലെ തന്നെ APAയിലും ഒക്കെ ടൈറ്റിൽസും സബ് ടൈറ്റിൽസും എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതും അത് എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതും ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ MLA സ്റ്റൈൽ ഷീറ്റാണ്. MLA എന്ന് വെച്ചാൽ മോഡേൺ ലാംഗ്വേജ് അസോസിയേഷൻ സ്റ്റൈൽ എന്നാണ് അതിനെ പറയുന്നത്. പ്രൈമറിലി അത് നമ്മൾ ഈ ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസിൽ ആ ഒരു ഏരിയയിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. കറണ്ട് വേർഷൻ ഓഫ് MLA എന്ന് വെച്ചാൽ 9th എഡിഷൻ ആണ്. അതിനകത്ത് കറക്റ്റ് സ്റ്റാൻഡർഡൈസ് ആയിട്ടുള്ള ഫോർമാറ്റിങ്ങും വർക്ക് സൈറ്റഡ് പേജ് എങ്ങനെ വരണമെന്നും ഇൻടെക്സ്റ്റ് സൈറ്റേഷൻസ് ഒക്കെ എങ്ങനെ വരണമെന്നും ഉണ്ട്. ഇപ്പോൾ ഫോണ്ട് ആണെന്നുണ്ടെങ്കിൽ ടൈംസ് ന്യൂ റോമൻ 12 പോയിന്റ് ആയിരിക്കണം ഫോണ്ട് സൈസ്, ഡബിൾ സ്പേസ്ഡ് ആയിരിക്കണം ത്രൂ ഔട്ട്. മാർജിൻ ആണെന്നുണ്ടെങ്കിൽ 1 ഇഞ്ച് വേണം നമ്മൾ എല്ലാ സൈഡിലും. പേജ് നമ്പേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഹെഡറിൽ വിത്ത് റൈറ്റേഴ്സ് ലാസ്റ്റ് നെയിം വെച്ചിട്ട് വേണം നമ്മൾ പേജ് നമ്പർ ഇടാൻ. ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു പേജിൻ്റെ വലതുവശത്തോ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ റൈറ്ററിൻ്റെ പേര് എഴുതുക ഡിസൂസ, എന്നിട്ട് അയാളുടെ ആ ഡിസൂസ കഴിഞ്ഞിട്ട് 3, അതാണ് ആ പേജ് നമ്പർ എന്ന് പറയുന്നത്. ടൈറ്റിലിനെ സെൻറ്റർ ചെയ്ത് എഴുതുക, നോട്ട് ബോൾഡഡ് അല്ലെങ്കിൽ അണ്ടർലൈൻഡ് ഓർ ഇറ്റാലിസൈസ്ഡ്. പിന്നെന്താണ്, ഇൻടെക്സ്റ്റ് സൈറ്റേഷൻസിന് ഓതർ പേജ് ഫോർമാറ്റ് തന്നെയാണ്. ഇപ്പോൾ ഷേക്സ്പിയറിൻ്റെ ഒരു ബുക്കിൽ നിന്നാണ് നമ്മൾ സൈറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഷേക്സ്പിയർ 45, ആ പേജ് നമ്പർ 45നെ കാണിക്കാൻ. ഓതർ അവൈലബിൾ അല്ലെന്നുണ്ടെങ്കിൽ ടൈറ്റിൽ ഓഫ് ദ വർക്ക് നമ്മൾ എഴുതുക. ഫോർ എക്സാമ്പിൾ ഗ്ലോബൽ വാർമിംഗ്, അതിൻ്റെ ഓതർ നമുക്ക് അറിയത്തില്ല ബുക്കിൻ്റെ, അപ്പോൾ ഗ്ലോബൽ വാർമിംഗ് 12 എന്ന് എഴുതുക, അതായത് പേജ് നമ്പർ 12. ലോങ് കൊട്ടേഷൻസ് 4+ ലൈൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ബ്ലോക്ക് ഇൻറ്റൻറ്റ് ചെയ്യുക, വിത്തൗട്ട് എനി കൊട്ടേഷൻ മാർക്സ് വേണ്ട. പിന്നെ ഷോർട്ട് കൊട്ടേഷൻസ് ആണെങ്കിൽ നമുക്ക് നമ്മൾ എഴുതി പോയേക്കുന്ന സെൻറ്റൻസിൻ്റെ കൂടെ തന്നെ അതിനെ ഇൻക്ലൂഡ് ചെയ്ത് എഴുതി പോവുക, കൊട്ടേഷൻ മാർക്സ് യൂസ് ചെയ്ത്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ സ്റ്റോപ്പ് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ബ്രാക്കറ്റിൽ എഴുതുമല്ലോ സൈറ്റേഷൻ, അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടാൻ. ബുക്കിൻ്റെയും ഫിലിമിൻ്റെയും ടൈറ്റിലും ഒക്കെ നമ്മൾ ഇറ്റാലിസൈസ് ചെയ്യണം. ആർട്ടിക്കിളിൻ്റെ ടൈറ്റിലൊക്കെ നമ്മൾ കൊട്ടേഷൻ മാർക്സ് യൂസ് ചെയ്യുക. പിന്നെന്താണ്, ഓതറിൻ്റെ ലാസ്റ്റ് നെയിം എന്ന് പറയുന്ന എല്ലാം എന്താണ് നമ്മൾ ആൽഫബറ്റൈസ് ചെയ്ത് വേണം വർക്ക് സൈറ്റിൽ എഴുതാൻ. അതായത് നമ്മൾ ബിബ്ലിയോഗ്രഫി പേജ് പോലെ നമ്മൾ എഴുതത്തില്ലേ, അപ്പോൾ അതിനകത്തൊക്കെ നമ്മളിപ്പോൾ ഓതേഴ്സിൻ്റെ പേര് എഴുതുമ്പോൾ നമ്മൾ ഇപ്പം ഓതറിൻ്റെ പേര് എയിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാൾ അങ്ങനെ വേണം, ആൽഫബറ്റിക്കൽ ഓർഡറിൽ വേണം ഓതേഴ്സിൻ്റെയൊക്കെ പേര് നമ്മൾ എഴുതാൻ. മൾട്ടിപ്പിൾ വർക്ക്സ് ഓഫ് ദ സെയിം ഓതർ ഉണ്ടെങ്കിൽ ആ ടൈറ്റിൽ നമ്മൾ ആൽഫബറ്റിക്കലായിട്ട് എഴുതുക, ബുക്കിൻ്റെ ടൈറ്റിലുകൾ. ഓക്കെ. ഡേറ്റ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഓൺലൈൻ സോഴ്സസ് ആണെങ്കിൽ ഡേറ്റ് ഒക്കെ എഴുതുക, ആക്സസ് ചെയ്ത ഡേറ്റ് എഴുതണം. പിന്നെ URL ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ലിങ്ക് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അണ്ടർലൈൻ ചെയ്തിരിക്കരുത്. പിന്നെന്താണ്, എഡിഷൻസ്, വോളിയൂംസ് ആൻഡ് പബ്ലിഷേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ ക്ലിയർ ആയിട്ട് സ്റ്റേറ്റ് ചെയ്യുക. ഈ ഇലക്ട്രോണിക് ബുക്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ടൈപ്പ് ഓഫ് ബുക്കും പബ്ലിഷറും മെൻഷൻ ചെയ്യുക. ഓക്കെ. ഇനി ടൈപ്പോഗ്രഫിയാണ്. ടൈപ്പോഗ്രഫി എന്ന് വെച്ചാൽ വിഷ്വൽ പ്രസൻറ്റേഷൻ ഓഫ് എ ടെക്സ്റ്റ്, അതാണ് ടൈപ്പോഗ്രഫി. ഇപ്പോൾ ഫോണ്ട് ചോയ്സ് ഒക്കെ വരാം. നമ്മൾ ടൈംസ് ന്യൂ റോമൻ ആണ് അല്ലെങ്കിൽ ഏരിയൽ അല്ലെങ്കിൽ കാലിബ്രി ഒക്കെയാണ് സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള അക്കാഡമിക് ഫോണ്ടുകൾ. ഫോണ്ട് സൈസ് ജനറലി നമ്മൾ 12 പോയിന്റ് ആണ് നമ്മൾ എടുക്കുന്നത്. ടൈറ്റിൽസിനൊക്കെ നമുക്ക് 14 പോയിന്റ് അല്ലെങ്കിൽ ബോൾഡ് ചെയ്ത് എഴുതാം. ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ഫോൺസ് ഈ ഫോർമൽ ഡോക്യുമെൻറ്റ്സിൽ നമ്മൾ അവോയ്ഡ് ചെയ്യുക. പിന്നെന്താണ്, ഹെഡിങ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബോൾഡ് തന്നെ യൂസ് ചെയ്യുക. ഇറ്റാലിക്സ് നമ്മൾ ടൈറ്റിൽസിനും ഫോറിൻ ടേംസിനും ഒക്കെയാണ് നമ്മൾ ഇറ്റാലിക്സ് കൊടുക്കുന്നത്. അണ്ടർലൈനിങ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. URLs ഉണ്ടെങ്കിൽ മാത്രം അണ്ടർലൈൻ ചെയ്യുക. ലൈൻ സ്പേസിംഗ് ഒക്കെ ഡബിൾ ആയിരിക്കും അക്കാഡമിക് വർക്കിൽ. ഹെഡിങ്സ് ക്ലിയർ ആയിരിക്കണം, കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. പിന്നെന്താണ്, പാരഗ്രാഫ് തമ്മിലുള്ള ആ ഒരു സ്പേസ് ഉണ്ടല്ലോ, അതെന്ന് വെച്ചാൽ 0.5 ആയിരിക്കണം. പാരഗ്രാഫ് മാർജിനും തമ്മിലുള്ള സ്പേസ് 0.5 ആയിരിക്കണം സ്പേസിങ്. ജസ്റ്റിഫൈഡ് അലൈൻമെൻറ്റ് നമ്മൾ യൂസ് ചെയ്യരുത്. ലെഫ്റ്റ് അലൈൻഡ് ആയിട്ട് നിൽക്കണം ടെക്സ്റ്റ്. ഓക്കെ. പിന്നെന്താണ്, ഈ എല്ലാ ക്യാപിറ്റൽ ലെറ്റേഴ്സും യൂസ് ചെയ്യുന്ന അത് ഒഴിവാക്കുക, അത് അഗ്രസീവ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ വെരി ഹാർഡ് ടു റീഡ്. ഹൈഫൻസ് ഒക്കെ യൂസ് ചെയ്യാം, ബുള്ളറ്റിംഗ് അല്ലെങ്കിൽ നമ്പറിംഗ് ലിസ്റ്റ് ഒക്കെ യൂസ് ചെയ്യാം. പിന്നെന്താണ്, ഒരു ലേ ഔട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യണം. മാർജിൻസ് ഒക്കെ യൂസ് ചെയ്യണം. ടേബിളും ചാർട്ടും ഒക്കെ യൂസ് ചെയ്താൽ കുറച്ചുകൂടെ ക്ലിയർ ആൻഡ് ലെജിബിൾ ആയിരിക്കും. പിന്നെന്താണ്, അപ്പോൾ ഇതാണ് ടൈപ്പോഗ്രഫിക്കകത്ത് വരുന്നത്. അടുത്തത് കോണ്ടന്റ് എഡിറ്റിംഗ് ആണ്. കോണ്ടന്റ് എഡിറ്റിംഗ് എന്ന് വെച്ചാൽ മീനിങ്, സ്ട്രക്ചർ ആൻഡ് ലോജിക് ഓഫ് എ ടെക്സ്റ്റ്, അതാണ് കോണ്ടന്റ് എഡിറ്റിംഗ്. അതിനെ നമ്മൾ സബ്സ്റ്റാൻറ്റേറ്റീവ് അല്ലെങ്കിൽ ഡെവലപ്മെന്റൽ എഡിറ്റിംഗ് എന്ന് പറയും. ക്ലാരിറ്റി, ഫ്ലോ ആൻഡ് ആർഗ്യുമെന്റ് സ്ട്രെങ്തിനെ ഫോക്കസ് ചെയ്തിരിക്കും ഇത്. പിന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാക്ച്വൽ ആയിട്ടുള്ള കണക്ഷൻ ഉണ്ടോ പാരഗ്രാഫുകൾ തമ്മിലൊന്ന് ഇത് ചെക്ക് ചെയ്യാൻ സാധിക്കും ഇത് വെച്ചിട്ട്. ഇൻട്രൊഡക്ഷൻ, കൺക്ലൂഷൻ നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ട് കൊടുക്കാൻ പറ്റുമെന്ന് കോണ്ടന്റ് എഡിറ്റിംഗിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഇറലവൻറ്റ് അല്ലെങ്കിൽ റെപ്പറ്റേറ്റീവ് കോണ്ടന്റ് ഉണ്ടെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാം ഈ ഒരു കോണ്ടന്റ് എഡിറ്റിംഗിലൂടെ. ഗ്യാപ്സ്, എന്തെങ്കിലും മിസ്സിംഗ് എക്സ്പ്ലനേഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അഡ്രസ്സ് ചെയ്യാം. കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം ടോണിലും വോയിസിലും എല്ലാം. അക്കാഡമിക് റൈറ്റിംഗിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് തന്നെ ചെയ്തിരിക്കണം. പാരഗ്രാഫ് തമ്മിലുള്ള മാറ്റങ്ങളെ നമ്മൾ കറക്റ്റാണോ നോക്കുക.
ഓവർ യൂസ് ഓഫ് ലോക്കൽ വേർഡ്സിനെ റെഡ്യൂസ് ചെയ്യുക, റെപ്പറ്റീഷൻ ഒഴിവാക്കുക. പിന്നെന്താണ്, കോൺട്രഡിക്ഷൻസോ ഇൻകൺസിസ്റ്റൻസീസ് ഉണ്ടെങ്കിൽ അതിനെ മാറ്റുക. ആവശ്യമില്ലാത്ത സെക്ഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാം. നമുക്ക് ടേബിൾസും ചാർട്ട്സും ഉണ്ടെങ്കിൽ നമുക്ക് റെലവൻസോ ക്ലാരിറ്റി ഒക്കെ ചെക്ക് ചെയ്യണം. മെസ്സേജും ടോണും എല്ലാം റെസ്പെക്റ്റഡ് ആയിരിക്കണം നമ്മൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കോണ്ടന്റ് എഡിറ്റിംഗിനകത്ത് വരുന്നത്. കോപ്പി എഡിറ്റിങ്ങിൻ്റെ മുന്നേ ഉള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് കോണ്ടന്റ് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ചെക്കിംഗ് ഫോർ ഫാക്ച്വൽ ആക്യുറസിയാണ് അടുത്ത. ഫാക്ച്വൽ ആക്യുറസി എന്ന് വെച്ചാൽ ഒരു ഡേറ്റ, നെയിംസ്, ഡേറ്റ്സ് ഇതെല്ലാം കറക്റ്റ് ആണോ എന്ന് നോക്കുക. എല്ലാ സ്റ്റാറ്റിസ്റ്റിക്സും നമ്മൾ വെരിഫൈ ചെയ്യുക ക്രെഡിബിൾ സോഴ്സുമായിട്ട്. പീപ്പിൾ, പ്ലേസ്, ഓർഗനൈസേഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് സ്പെല്ലിംഗ് നോക്കണം. ഹിസ്റ്റോറിക്കൽ ഫാക്റ്റും ഡേറ്റും ആണെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ ക്രെഡിബിലിറ്റി നോക്കുക. സയൻറ്റിഫിക് ഇൻഫർമേഷൻ അപ് ടു ഡേറ്റ് ആയിരിക്കണം. കോട്ട്സ് ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് റൈറ്റ് പേഴ്സണിന് തന്നെ നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്ത് വേണം എഴുതാൻ. ഇപ്പോൾ മഹാത്മാഗാന്ധി പറഞ്ഞ കോട്ട് നമ്മൾ ഷേക്സ്പിയർ എന്നും പറഞ്ഞ് ബ്രാക്കറ്റിൽ എഴുതാൻ പാടില്ല. പിന്നെന്താണ്, ക്രോസ് ചെക്ക് ചെയ്യാനുള്ളതെല്ലാം ക്രോസ് ചെക്ക് തന്നെ ചെയ്യണം. എഡിറ്റേഴ്സ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്ത് മാറ്റുക, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളെന്നുണ്ടെങ്കിൽ. ഇന്റർനെറ്റ് സോഴ്സസ് ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ഉറപ്പായിട്ടും ഫാക്ട് ചെക്ക് ചെയ്യുക. വിക്കിപീഡിയ ഒരു ഡെഫിനിറ്റ് സോഴ്സ് ആയിട്ട് നമ്മൾ എടുക്കാൻ പാടില്ല. ക്രോസ് റെഫറൻസ് മൾട്ടിപ്പിൾ സോഴ്സസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻഫർമേഷൻ കൺഫേം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. നമ്പേഴ്സും മെഷർമെന്റ്സും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ കൺസിസ്റ്റന്റ് ആണോ എന്ന് നോക്കുക. പിന്നെന്താണ്, പ്രോപ്പർ യൂണിറ്റ്സ്. ഇപ്പോൾ മാത്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ യൂണിറ്റ്സ് തന്നെ നമ്മൾ യൂസ് ചെയ്തേക്കുന്നതാണോ എന്ന് നോക്കുക. ഔട്ട്ഡേറ്റഡ് ഡേറ്റ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ, അല്ലെങ്കിൽ റിലവൻ്റ് ആയിട്ടല്ലാത്ത ഡേറ്റകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ കളയുക. ഇപ്പോൾ ലിറ്റററി അല്ലെങ്കിൽ റിലീജിയസ് ടെക്സ്റ്റിൽ നിന്ന് നമ്മൾ കൊട്ടേഷൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എക്സാക്റ്റ് ആയിരിക്കണം. ജോഗ്രഫിക്കൽ നെയിംസ്, പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ ആക്യുറസി ഒക്കെ ഉണ്ടോ എന്ന് നോക്കുക. മിനിസ്റ്റേഴ്സിൻ്റെ പേര്, ലോ ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് വെരിഫൈ ചെയ്യുക. ഓക്കെ, പബ്ലിക്കേഷൻ ഡേറ്റ് ഒക്കെ നമ്മൾ നോക്കുക സോഴ്സസിൻ്റെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. അടുത്ത റെഫറൻസസ് ആണ്. റെഫറൻസസ് എന്ന് പറയുമ്പോൾ ഒറിജിനൽ ഓതേഴ്സ് അല്ലെങ്കിൽ സോഴ്സസിന് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കുന്നതാണ് റെഫറൻസ്. ഇപ്പോൾ നമ്മളൊരു പ്രോജക്റ്റ് ചെയ്തു, അതിൻ്റെ ബാക്കിൽ നമ്മൾ എന്തായാലും റെഫറൻസസ് എന്ന് പറഞ്ഞ് നമ്മൾ കുറേ ബുക്ക് വായിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ആ ബുക്കിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ റെഫറൻസസിൻ്റെ കീഴിലാണ് കൊടുക്കുന്നത്. പ്ലേജറിസം ഒഴിവാക്കാനും അക്കാഡമിക് ഓണസ്റ്റിക്കും വേണ്ടിയാണ് നമ്മൾ റെഫറൻസസ് വെക്കുന്നത്. MLA സ്റ്റൈൽ വെച്ചിട്ടും APA സ്റ്റൈൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഷിക്കാഗോ സ്റ്റൈൽ വെച്ചിട്ടോ ഒക്കെ റെഫറൻസസിനെ നമുക്ക് സൈറ്റേഷൻ സ്റ്റൈൽ വേറെ വേറെ ആയിരിക്കും ഫോർമാറ്റ് ചെയ്യുന്നത്. പിന്നെ ഓരോന്നിനും ഓരോ ഫോർമാറ്റിംഗ് റൂൾസ് ആണല്ലോ. പിന്നെ റെഫറൻസ് ലിസ്റ്റ് അല്ലെങ്കിൽ വർക്ക് സൈറ്റഡ് ഏറ്റവും അവസാനമാണ് നമ്മൾ വെക്കുന്നത്. ഓതർ, ടൈറ്റിൽ, സോഴ്സ്, പബ്ലിഷർ, ഇയർ, പേജ് നമ്പേഴ്സ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ റെഫറൻസസിനകത്ത് വെക്കുന്നത്. വെബ്സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ URL നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക, ആക്സസ് ഡേറ്റ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക. ബുക്സ് ആണെന്നുണ്ടെങ്കിൽ ഓതറും ടൈറ്റിലും പബ്ലിഷറും ഇയറും മതി. ജേർണൽ ആർട്ടിക്കിൾസ് ആണെന്നുണ്ടെങ്കിൽ ഓതർ, ടൈറ്റിൽ, ജേർണൽ നെയിം, വോളിയം നമ്പർ, ഇയർ, പേജസ്. മൾട്ടിപ്പിൾ ഓതേഴ്സ് ആണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ ലിസ്റ്റ് ചെയ്യുക. എഡിറ്റേഴ്സ് നെയിം ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ എഴുതുക. ഹാങ്ങിങ് ഇൻറ്റൻഷൻ വേണം യൂസ് ചെയ്യാൻ. പിന്നെന്താണ്, അതായത് ഹാങ്ങിങ് ഇൻറ്റൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓതറിൻ്റെ പേര് കഴിഞ്ഞിട്ട് അതായത് അടുത്ത രണ്ടാമത്തെ ലൈനും കുറച്ച് ഇൻഫർമേഷൻ വരുമല്ലോ. ആ രണ്ടാമത്തെ ലൈനിൽ വരുന്ന കാര്യം ഓതറിൻ്റെ പേര് കഴിഞ്ഞിട്ട് ഇച്ചിരി റൈറ്റിലോട്ട് മാറ്റിയിട്ടുള്ള രീതിയിൽ വേണം താഴെ ആക്കാൻ. അതാണ് ഹാങ്ങിങ് ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്. പിന്നെ ഫസ്റ്റ് ഓതറിൻ്റെ ലാസ്റ്റ് നെയിം വെച്ചിട്ട് വേണം നമ്മൾ എപ്പോഴും എഴുതാൻ. ഇപ്പം വില്യം ഷേക്സ്പിയർ എന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ വർക്ക് സൈറ്റിനകത്ത് ഷേക്സ്പിയർ, വില്യം എന്ന് വേണം എഴുതാൻ. ഓക്കെ, അതിനെ ആൽഫബറ്റൈസ് ചെയ്ത് വേണം എഴുതാൻ നമ്മൾ. ബുക്ക് അല്ലെങ്കിൽ ജേർണൽ ടൈറ്റിൽസ് ആണെങ്കിൽ ഇറ്റാലിസൈസ് ചെയ്യുക. കൊട്ടേഷൻ മാർക്സ് നമ്മൾ ആർട്ടിക്കിൾസിനും ചാപ്റ്റർ ടൈറ്റിൽസിനും കൊടുക്കുക. ഡബിൾ ചെക്ക് ചെയ്യുക എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും സ്പെല്ലിങ്സും എല്ലാം. പിന്നെ സൈറ്റേഷൻ ജനറേറ്റർ ഒക്കെ നമ്മൾ ഓൺലൈനായിട്ട് കിട്ടും. അപ്പോൾ അത് കറക്റ്റായിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സൈറ്റേഷൻ സ്റ്റൈൽ യൂസ് ചെയ്യുക. പിന്നെന്താണ്, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്.